എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആണ്. ഇതിന് ഹോളിഡേ ഇല്ല. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ ഈവനിങ് 8 മണി വരെ നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം അമ്പലത്തിൽ വരുന്ന ആൾക്കാർ കൂടുതൽ ഇത് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ടൈം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഹോളിഡേ ഇല്ലാത്തതും, കാരണം എല്ലാ ദിവസവും ഇവിടെ തിരക്കാണല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങളിത് പ്രവർത്തിപ്പിക്കുന്നത്. സുനിൽ കണ്ടല്ലൂർ ഇതൊരു 2005-6 കാലഘട്ടങ്ങളിലാണ് പുള്ളി ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത്. കന്യാകുമാരിയിലാണ് പുള്ളി ആദ്യം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കന്യാകുമാരിയിൽ പുള്ളിയുടെ പ്രതിമകളില്ല. ഇപ്പോൾ ഉള്ളത് ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്തിലാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച് ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ഇപ്പോൾ 40 പ്രതിമകളുണ്ട്. ഇതിങ്ങനെ ഒരു 3 മാസങ്ങൾക്ക് ഒരിക്കൽ ഇവിടെ പ്രതിമകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പുതിയ പ്രതിമകൾ വന്നുകൊണ്ടിരിക്കും. ഇത് പോയിട്ട് പുള്ളിക്ക് ഇപ്പോൾ അയോധ്യയിൽ രാമർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പുള്ളിക്ക് 2 ഏക്കർ സ്ഥലം അയോധ്യ അവിടെ UP സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് പുള്ളി. അവിടെ രാമായണ വാക്സ് മ്യൂസിയം ചെയ്യാനായിട്ടുള്ള വർക്കിലാണ്. ലൊക്കേഷൻ ഇത് വളരെ എളുപ്പമാണ്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ വണ്ടികളും ബസ്സുകളെല്ലാം പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് തെക്കേനടയിലാണ്, സൗത്ത് ഗേറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ആ സൗത്ത് ഗേറ്റിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് ഈ മ്യൂസിയം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ അടുത്താണ് ഈ മ്യൂസിയം. I am coming from Nasik, Maharashtra. I will very proud of who made this. Okay, very good work and really good, very hard work. But like to original. Okay, Sachin Tendulkar, Virat Kohli, Dr. Abdul Kalam Sarji, and our Prime Minister Narendra Modi statue is very fine, very good. Will you come here again if you get a chance? Okay, definitely I will come next time, and when I go to Nasik, I will told my friends and my all families, I am all negative, that you go must there in Sunil Wax. Okay. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 100 രൂപയാണ്. 5 വയസ്സിൻ്റെ മേളിലുള്ള എല്ലാവർക്കും 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. മാത്രമല്ല അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു പാക്കേജായിട്ട് ഞങ്ങൾ അവർക്ക് ശരിക്കുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അത് 50% ഡിസ്കൗണ്ട് മുതൽ അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ക്ലാസ് വൈസ് ആയിട്ടാണ്. പിന്നെ വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ ഇപ്പോൾ ഒരു 10 പേരുടെ മേളിൽ വരുന്ന ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് 10 പേരിൽ ഒരാൾക്ക് ഫ്രീ. അങ്ങനെയാണ് ഓരോ ഇതിൽ. അപ്പം 10:1 റേഷ്യോയിൽ ഫ്രീ കൊടുത്തിട്ടാണ് ഗ്രൂപ്പ്സിന് നമ്മളിവിടെ ഡിസ്കൗണ്ടിൽ കയറ്റുന്നത്. ഇപ്പോൾ ഈ സുനിൽ വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വേറെ വാക്സ് മ്യൂസിയങ്ങൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. കേരളത്തിൽ ആദ്യത്തേതും only one മ്യൂസിയമാണ് വാക്സ് മ്യൂസിയമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. മാത്രമല്ല ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ ഗൂഗിളിൽ രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ ഉള്ള അടിസ്ഥാനത്തിൽ ഈ ട്രിവാൻഡ്രത്തിലുള്ള മ്യൂസിയങ്ങളിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇപ്പം സുനിൽ വാക്സ് മ്യൂസിയമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് അവരുടെ റേറ്റിങ്ങിൽ. കാരണം എല്ലാവരും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ എഴുതുന്നതും അതിലൊക്കെ ഞങ്ങൾക്ക് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.
വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിപ്പം നല്ലൊരു പ്രശസ്തിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ 2014 ഞങ്ങൾ കൊച്ചിയിൽ ഒരു ടെമ്പററി ആയിട്ട് ഒരു മ്യൂസിയം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ തിരുവിതാംകൂർ രാജകുടുംബം ആ മ്യൂസിയം സന്ദർശിച്ചു. അപ്പം അന്ന് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയും പിന്നെ അവരുടെ മകനായ പ്രിൻസ് ആദിത്യവർമ്മയും ആ മ്യൂസിയത്തിൽ സന്ദർശനമുണ്ടായി കൊച്ചിയിൽ. അപ്പോൾ ആ മ്യൂസിയത്തിൽ വെച്ചാണ് ഞങ്ങൾ അവരെ പരിചയപ്പെടുന്നതും അന്ന് അവർ ആ മ്യൂസിയത്തിനെ കണ്ടതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ റോഡരികിൽ മാളിക എന്ന് പറയുന്ന ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് അവർ ഒരുക്കി തന്നതും ഈ മ്യൂസിയം തുടങ്ങാനായിട്ട്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു ഇതാണ്. കാരണം ഇങ്ങനെ ഒരു വേദി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു നല്ല ഒരു വേദിയിലാണ് ഞങ്ങൾക്ക് ഈ മ്യൂസിയം തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പം തിരുവനന്തപുരം വരണ ടൂറിസ്റ്റുകളും അല്ലാത്തവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ മ്യൂസിയം ഒന്ന് കണ്ടുപോകാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹോളിഡേയ്സ് ഇല്ലാത്തതും എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നത്. എല്ലാവരും വന്ന് കാണുക, എൻജോയ് ചെയ്യുക. അതെ, നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. കേട്ടിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്നുള്ളത്. ബട്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കേട്ടതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ വന്നപ്പോൾ നമുക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒറിജിനാലിറ്റി ആണ്. കാണുമ്പോൾ തന്നെ ആ ഒരു റിയാലിറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് വന്നതിൽ. എന്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ ഇവിടെ പറയും, ഇവിടോട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമ്മൾ പറയും. ഓക്കെ, ആക്ച്വലി ഇതിന്റെ സിസ്റ്ററിന്റെ മകനാണ്. ആള് ഇതുപോലെ വെക്കേഷൻ ടൂറിന്റെ കാര്യം ഒക്കെ ആയിട്ട് വന്നതാണ്. ആളുടെ പേര് ആദിനാഥ് എന്നാണ്. ആള് 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നമ്മുടെ നാട് ആക്ച്വലി പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പൊ പേരൻസും ഒക്കെ ആയിട്ട് വന്നതാണ്.